ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. ഉടനെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ എത്തിയിരിക്കുന്ന വീട്ടിൽ ഇപ്പം നമ്മൾ എത്തിയപ്പോൾ ഗപ്പിക്ക് ഫുഡ്സൊക്കെ കൊടുക്കുകയാണ്. നമുക്കൊന്ന് കാണാം ഇവിടെ ഏതൊക്കെ തരത്തിലുള്ള. ഇത് ചെറിയൊരു ഗപ്പി ഫാമാണ്. ഈ ഗപ്പി ഫാമിൽ വില കൂടി അത്രയ്ക്കൊന്നുമില്ല. കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളത് കിങ് കോബ്ര, എലിഫൻറ്റിയറിൻ്റെ കുഞ്ഞുങ്ങൾ, പിന്നെ ഫൈറ്ററിൻ്റെ ഇത്, പിന്നെ വലിയ തരത്തിലുള്ള ക്യാറ്റ് ഫിഷ്. പിന്നെ നോക്കാം നമുക്ക് വീഡിയോയിലേക്ക് കാണിച്ചേ. ഇത് ലോക്കൽ ഗപ്പികൾ ബ്രീഡിങ്ങിന് വേണ്ടിയിട്ടേക്കുവാണ്. അതിൻ്റെ അടിയിൽ കിടക്കുന്ന കുഞ്ഞുങ്ങൾ എലിഫൻറ്റിയറിൻ്റെ. ഇത് എലിഫൻറ്റിയറിൻ്റെ കുഞ്ഞുങ്ങളല്ലേ, നല്ല ഇയർ ക്വാളിറ്റി തന്നെ. നമുക്ക് നോക്കാം. അടുത്തതിലോട്ട് വാ. ഇത് നമ്മുടെ ചില്ലി മൂസൈക്ക് എന്ന് പറയുന്നൊരു ഗപ്പിയുണ്ട്. അതിൻ്റെ ഫീമെയിലും മെയിലും ഒക്കെ കിടപ്പുണ്ട്. നമുക്ക് കാണുമോ ഇല്ലയെന്ന് അറിഞ്ഞൂടാ. അതിൻ്റെ ഒരാളെ ഇതിനകത്ത് കിടപ്പുണ്ട്. കാണുന്നുണ്ടോ? അടുത്ത നിങ്ങളിന്ന് ഇവിടെ എന്തെല്ലാം മീനുകൾക്ക് തീറ്റ കൊടുക്കുന്നത് ഇന്നെടുത്ത് കാണിച്ചേ. ഇത് മുരിങ്ങയിലയും കൊണ്ടുള്ളത്, വാഴവെള്ളം, ഈസ്റ്റ്, ഇതൊക്കെ കൊടുത്താൽ നമ്മുടെ ഗപ്പികൾ ഇതാവുമോ നോക്കട്ടെ. ഇനി ഇത് നോക്കട്ടെ. ഇത് ബ്രീഡിങ്ങിന് വേണ്ടിയിട്ടേക്കുന്ന മീനാണ്. അടുത്ത നമ്മുടെ വെറൈറ്റീസ് വൈറ്റ് എക്സലും അതിൻ്റെ ഇതിനൊക്കെ ഉണ്ട്. അതിന് നമുക്കൊന്ന് ഇമ്മ്യൂണിറ്റി എന്തുവാ കുറച്ച് പാലെടുത്ത് മാറ്റി കാണിച്ചു തരാം. ആർക്കേ മീനുകൾ വരുന്നുണ്ട്. ഇതിനകത്ത് വെറൈറ്റി ഇത് മാത്രമേ ഉള്ളൂ. അല്ല നമുക്കിനി ഫൈറ്ററിനെയൊക്കെ കാണാം. വാ, ഫൈറ്ററിനെയൊക്കെ കാണാം. വാ, ഇത് നമ്മുടെ ഫൈറ്ററിൻ്റെ കുഞ്ഞുങ്ങളാണ്. 4 or 5 ആഴ്ച ആയ കുഞ്ഞുങ്ങളാണ്. ഇത് 6 ഉള്ളൂ. 6 രക്ഷിക്കാൻ പറ്റുള്ളൂ. ബാക്കിയെല്ലാം ഡെഡായി പോയിരിക്കുന്നു. ഇനി അടുത്ത ഇതിനകത്തോട്ട് പോയി. ഇതിനെന്തോ പ്രത്യേകമായിട്ട് തീറ്റ കൊടുക്കുന്നത് ഇതാണോ? ഇത് മറ്റേ മുരിങ്ങയില വെച്ചുണ്ടാക്കിയ സ്പൈറലിന ഫ്ലേക്സ് അല്ലേ? അടുത്ത വീഡിയോ ഞങ്ങൾ കാണിച്ചു തരാം. ഇത് നമ്മുടെ വലിയ വലിയ ഗപ്പികൾ. ഇത് നല്ല വാലുകളിൽ കളർ വെപ്പിച്ചെടുത്തയാണ്. ലോക്കലിൽ നിന്ന് ഹൈബ്രിഡ് ആക്കിയ കുറെ മീനുകളുണ്ട് ഇതിനകത്ത്. അല്ലാതെ വൈറ്റ് എക്സിഡോക്കോയ് ഒക്കെ കിടപ്പുണ്ട്. കാണിച്ചു തരാം. അവര് വരുന്നില്ല. അവർക്ക് ഇപ്പോൾ ഭക്ഷണത്തിന്റെ ഒന്നും ആവശ്യമില്ല. അവർ ഇച്ചിരി കൊണ്ട് കഴിച്ചത് കൊണ്ട് തന്നെ. നിങ്ങൾക്ക് ഈ വീഡിയോ നല്ലപോലെ കാണുന്നതിന് ക്ഷമിച്ചേക്കും. ഇത് ചെറിയൊരു ഫാമാണ്. അതേപോലെ നിങ്ങൾ ഇത് കാണാവും. ഇനി അടുത്ത നമ്മുടെ ക്യാറ്റ് ഫിഷിനെ കാണാം. കാണിച്ചില്ലേ? ഇത് നമ്മുടെ ക്യാറ്റ് ഫിഷിന്റെ ചെറുത്. കുറച്ച് സൈസ് ആയത്. ഇവിടെ ഇരുന്നത് ആയതാണ്. ഇവിടെ നിന്ന് ഈ ക്യാറ്റ് ഫിഷ് ആയതാണ്. കാണിക്കാൻ പറ്റുമോ? ഒന്ന് കാണിക്കാൻ പറ്റുമോ? ശരി, പൊക്കി കാണിച്ചു തരാം. ആവശ്യത്തിന് സൈസായി. ഈ സമയത്താണ് നിങ്ങൾ ഇതിനെയൊക്കെ കൊടുക്കുന്നത്. 5 രൂപ. ഈ ഫ്രിഡ്ജ് കേസിലോ? ഇത് മീൻപെട്ടിയാ, ഫ്രിഡ്ജ് കേസ് അല്ല. ഇത് അഴുക്കായി കിടക്കുന്നു. നമ്മുടെ കോഴികള് ഇത് കണ്ടോ? ഇതാണ് നമ്മുടെ കോഴി. ഇതിനെ നോക്കുന്നത് നമ്മുടെ മുബീൻ ചേട്ടനാണ്. മുബീൻ ചേട്ടൻ വന്നേ. ഇത് എന്തൊക്കെ തീറ്റയാണ് കൊടുക്കുന്നത് നമ്മള്? അതൊന്ന് കൊടുത്ത് കാണിച്ചേ. കാണിച്ചേന്ന് ഇത് നോക്ക്. നമ്മുടെ ഉണക്കമീൻ പിടിച്ച തീറ്റയാണിത്. ഇത് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ആണ്? കടയിൽ വാങ്ങാൻ കിട്ടുന്ന എത്ര രൂപ? 1 കിലോയ്ക്ക്
150 രൂപ. നമ്മുടെ വലിയ കാറ്റ്ഫിഷിനെ കാണിച്ചോ? കാണിച്ചു. നമ്മുടെ ഫൈറ്ററിന്റെ എന്തുവാ താവളം എന്ന് പറയുന്ന ഒരു ഇതാണ്. ഫൈറ്ററിനെ കാണാൻ പറ്റുമോ ഇല്ലയെന്ന് അറിഞ്ഞൂടെ, ക്ഷമിക്കണം. ഗപ്പികളെ കൊണ്ട് ഇറക്കിയിട്ടുണ്ട്. ഗപ്പികളെ ഇപ്പൊ വല്ലപ്പോഴൊക്കെ അനക്കം കാണുന്നുള്ളൂ. ഇതിനകത്ത് മൊത്തം അസോളം വാട്ടർ ക്യാപിറ്റൽ. ഇത് നമ്മുടെ മുട്ടപ്പായലാണ്. ഇത് മുട്ടപ്പായൽ എന്ന് പറയും. ഇതിന് കടയിലൊക്കെ റേറ്റ് നോക്കിയാ 80 രൂപയായിരിക്കും ഈ ഒരു മുട്ടപ്പായലിന്. ഇത് മറ്റേ ആഫ്രിക്കൻ പായല്, നമ്മുടെ വാട്ടർ ക്യാബേജ് എന്നൊക്കെ പറയത്തില്ല അത്. ഇത് നമ്മുടെ അസോള. ഇങ്ങനത്തെ ഉണക്ക വാഴയിലേക്ക് ഇട്ടിട്ടുണ്ട്. നല്ല നാച്ചുറൽ ഇതാണ്. ഫൈറ്ററിനെ ഉണ്ടോ? എല്ലാവരും കണ്ടോ? വൈൽഡ് ഫൈറ്ററിനെയൊക്കെയാണ് ഇട്ടേക്കുന്നത്. നമുക്കിനി അടുത്തതിനകത്തോട്ട് നമ്മുടെ എന്തുവാ വൈൽഡ് വൈറ്റ് എക്സൽ ഉണ്ട്. ഇതിനകത്ത് കോബ്ര എല്ലാം ഉണ്ട്. ഒരു ബൗളോട്ട് ഇട്ട് കാണിച്ചേടോ. ബൗളോട്ട് ഇട്ട് കാണിക്കുന്നേ. ഇപ്പൊ നിങ്ങള് ഈ എല്ലാ ഒരു മീനും ഈ ബൗളിൽ ഇട്ട് അതിന്റെ സൗന്ദര്യം നിങ്ങൾ ആസ്വദിക്കും. എനിക്ക് വെള്ളമൊക്കെ ഇതാണ് നമ്മുടെ കോബ്ര. ഇതാണ് കോബ്ര. നമ്മുടെ കോബ്ര. അടുത്ത വൈറ്റ് കോബ്ര കാണുന്നുണ്ടോ? ആ നമ്മുടെ അടുത്ത വൈറ്റ് എക്സൽ എന്ന് പറയുന്ന മീനാണ്. ഇത് ഇവിടെ ഈ ഭാഗത്തൊന്നും കിട്ടാത്ത മീനാണ്. നിങ്ങൾ ഇനി എത്ര രൂപയാണ് ഇതിന് ഈ വൈറ്റ് എക്സലിനും കിങ് കോബ്രയ്ക്കും ഒക്കെ കൊടുക്കുന്നത്? അല്ല, ഇതിന് എത്ര രൂപ നിങ്ങൾ വലുതാകുമ്പോ ഈ പ്രായത്തിലാണ് നിങ്ങൾ കൊടുക്കുന്നത്? ഇനി ഇത് വലുതാകുമ്പോ ഈ പ്രായത്തിൽ ഒരു 60-70. കിങ് കോബ്രയ്ക്കോ? അതൊരു 100-200 രൂപ. 200 രൂപ റേഞ്ചിലൊക്കെയാണ് വരുന്നത്. നമ്മുടെ ചില്ലി മൊസൈക്ക് അതൊക്കെ വളരെ വിലക്കുറവാണ്. എന്താ 200-300 രൂപ. ഇവിടെ നിങ്ങളിത് വാങ്ങണമെങ്കിൽ ഇവിടെ വന്ന് പറഞ്ഞത് കൊല്ലം ജില്ലയിൽ കുണ്ടയം എന്ന ഭാഗത്താണ് ഈ ഗപ്പി ഫാം. നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കിടക്കാം. ഈ വീഡിയോ കാണുന്നത് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം. ബൈ.